ഹലോ ഗുഡ് ഈവനിങ് വെൽക്കം ടു AZB അക്കാഡമി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് SSC RRB എക്സാമുകളിൽ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കും, അത് ലോജിക്കലി ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ ശരിയായിട്ടുള്ള കാരണം എന്താണ്, അങ്ങനെയുള്ള ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു പേപ്പറിൽ തന്നെ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മിനിമം രണ്ട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ വരാം, സിലോജിസം അല്ല, ഇതൊരു പക്കാ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനെ ലോജിക്കലി കൺക്ലൂഡ് ചെയ്യുന്ന രീതിക്കുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ വരാം, പിന്നെ സ്റ്റേറ്റ്മെന്റ് അസംഷൻസ് വരാം, അസേർഷൻ റീസൺ വരാം, കോഴ്സ് ഓഫ് ആക്ഷൻ വരാം. അങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളാണ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ചോദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കതിലെ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് നമ്മൾ പ്യുവർലി നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനനുസരിച്ചിട്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറയേണ്ടത്. ഇപ്പോ പറയുന്നത് ഏറ്റവും റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന രീതികളെ, ആ ഒരു എന്താണ് സംഭവങ്ങളെ പറ്റിയിട്ടോ ഒക്കെ ആയിരിക്കും നമുക്ക് പറയുന്നത്. അപ്പം നമ്മുടെ ലോജിക്കൽ ആയിട്ട് വരുന്ന നമുക്ക് എങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് ആ ഒരു ഈ റീസൺ കൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇത് പ്യുവർലി എന്താണ് എക്സാമിനർ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ അതേ രീതിയിൽ ചിന്തിച്ചാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ ആപ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യാം. ഇനി നിങ്ങൾ ഇപ്പം സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൺക്ലൂഷൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പ്യുവർലി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ അവിടെ വെച്ച് ലീവ് ചെയ്യാൻ, നമുക്ക് ലീവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്കിതൊരു നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഓപ്ഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ആ റീസണിലേക്കും ആ കൺക്ലൂഷനിലേക്ക് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ഗിവൺ ബിലോ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ സം കൺക്ലൂഷൻസ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കുറച്ച് കൺക്ലൂഷൻസ് ഉണ്ട്. ഓക്കെ, യു ഹാവ് ടു ടേക്ക് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ടു ബി ട്രൂ. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ട്രൂ ആയിട്ട് എടുക്കുക. ഈവൻ ഇഫ് ഇറ്റ് സീംസ് ടു ബി വേരിയൻസ് വിത്ത് ദ കോമൺലി നോൺ ഫാക്ട്സ്. അതായത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കോമൺലി നോൺ ഫാക്ടുകൾ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വേരിയൻസ് വന്നാൽ കൂടിയും നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ആൻഡ് ദെൻ ഡിസൈഡ് വിച്ച് ഓഫ് ദി ഗിവൺ കൺക്ലൂഷൻസ് ലോജിക്കലി ഫോളോസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻ ഏതാന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുകയും വേണം. നമുക്കിതാ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഇതാ കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഋത്തിക് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ബിസി ഷെഡ്യൂൾ ഫൈൻഡ് ടൈം ടു റെസ്റ്റ്. അതായത് ഋത്തിക് അവന്റെ ബിസി ഷെഡ്യൂളിൽ പോലും അവൻ എന്ത് ചെയ്യാറുണ്ട്? അവൻ റെസ്റ്റ് എടുക്കാറുണ്ട്. അതായത് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം കണ്ടെത്താറുണ്ട് എന്നുള്ള കാര്യം ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ പറയാണ്. അതായത് എങ്ങനെയാണ് ഇപ്പോ ഋത്തിക്ക് അവന്റെ ബിസി സ്കെഡ്യൂളിൽ ഉള്ളപ്പോൾ പോലും റെസ്റ്റ് എടുക്കാൻ കുറച്ച് സമയം കണ്ടെത്താറുണ്ട് എന്നുള്ളതാണ് കൺക്ലൂഷൻ. ഇതാണ് ആദ്യത്തെ കൺക്ലൂഷൻ. ഋത്തിക് ഈസ് ആൻ ഓർഗനൈസ്ഡ് പേഴ്സൺ. ഋത്തിക് ഒരു ഓർഗനൈസ്ഡ് പേഴ്സൺ ആണ്. എല്ലാ കാര്യങ്ങളും വളരെ ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ഋത്തിക്. രണ്ടാമത്തെ കൺക്ലൂഷൻ: റെസ്റ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ എ ബിസി പേഴ്സൺ. ബിസി പേഴ്സണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് റെസ്റ്റ്. ഇതിൽ ഏത് കൺക്ലൂഷൻ ആണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്, വളരെ നീറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഏത് കൺക്ലൂഷൻ ആണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും നമുക്ക് വരാൻ സാധ്യത കൂടുതൽ? അതായത് ബിസി സ്കെഡ്യൂൾ ഉള്ളപ്പോൾ പോലും ഋത്തിക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കണ്ടെത്തുന്നു. അപ്പൊ കൺക്ലൂഡ് ചെയ്യാണ്, നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുമോ? ഋത്തിക് ഒരു ഓർഗനൈസ്ഡ് പേഴ്സൺ ആണെന്ന് പറയാൻ സാധിക്കുമോ? നോക്കാം. ഒരു ഓർഗനൈസ്ഡ് പേഴ്സൺ, ഇപ്പോൾ ഓർഗനൈസ്ഡ് പേഴ്സൺ അല്ലാത്ത ആണെങ്കിലും അവിടെ എന്താണ്, നമുക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് പൊതുവെ ടൈം കണ്ടെത്താറുണ്ട് അല്ലെ. അപ്പൊ ഓർഗനൈസ്ഡ് പേഴ്സൺ ആണെന്നുള്ളത് നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല അല്ലെ.
അതായത് അതൊരു കറക്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല നമുക്കത്. ഋത്വിക് ഒരു ഓർഗനൈസ്ഡ് പേഴ്സൺ ആയതുകൊണ്ടാണ് ബിസി സ്കെഡ്യൂളിൽ പോലും റെസ്റ്റ് എടുക്കാൻ സമയം കണ്ടെത്തുന്നത്. അപ്പൊ നമുക്കതൊരു കറക്റ്റ് ആയിട്ട് ഒരു കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അടുത്ത റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസി പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹ്യൂമൻ ബീങ്സിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമല്ല. അതൊരു ബിസി പേഴ്സണ് മാത്രമായിട്ടല്ല ഇമ്പോർട്ടന്റ് തിങ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഇത് രണ്ടും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓൺലി 1 ഫോളോവേഴ്സ് അല്ല, ഓൺലി 2 ഫോളോവേഴ്സ് അല്ല, ബോത്ത് 1 and 2 ഫോളോവേഴ്സ് അല്ല, നൈദർ ആണ് ആൻസർ വരുന്നത്. എത്രയാണ്? ഓപ്ഷൻ ഡി നൈദർ ആണ്. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് തന്നെ വായിച്ച് ആ സ്റ്റേറ്റ്മെന്റ് അത് അനുയോജ്യമാണോ എന്നുള്ളത് നോക്കണം. നോക്കിയിട്ട് വേണം നമ്മൾ ഓപ്ഷനിലേക്ക് പോവാൻ. ഓക്കെ, അപ്പോൾ ഋത്വിക് ഒരു ഓർഗനൈസ്ഡ് പേഴ്സൺ അല്ലായിരുന്നെങ്കിൽ കൂടിയും അവിടെ റെസ്റ്റിന് സമയം കണ്ടെത്തുന്നു. അപ്പൊ അതൊരു ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇനി ബിസി പേഴ്സണ് മാത്രമല്ല, എല്ലാ ഹ്യൂമൻ ബീങ്സിനും റെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പൊ നമുക്കത് ബിസി പേഴ്സണ് മാത്രമായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനും സാധിക്കില്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെയുള്ള ലോജിക്കൽ തിങ്കിങ് ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ ലോജിക്കലി ഫോളോ ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഓൾ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആർ സക്സസ്ഫുൾ. അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും സക്സസ്ഫുൾ ആണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്താണ്? സക്സസ്ഫുൾ ആണ്. കൺക്ലൂഷൻ ഇതാണ്: ഓൾ സക്സസ്ഫുൾ പീപ്പിൾ ആർ ഹാർഡ് വർക്കിംഗ്. എല്ലാ സക്സസ്ഫുൾ പീപ്പിളും എന്താണ്? കഠിനാധ്വാനികളാണ്. അത് ആദ്യത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ: ഓൺലി ഹാർഡ് വർക്ക് ക്യാൻ ഗ്യാരണ്ടി സക്സസ് ഇൻ ലൈഫ്. അതായത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മാത്രമേ ലൈഫിൽ സക്സസ് ഉണ്ടാവൂ എന്നുള്ള ഒരു ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടിലും ഏതാണ് ആപ്റ്റ് ആയിട്ടും അനുയോജ്യമായിട്ടും വരുന്നത്? എന്താണ് ആ ഒരു കൺക്ലൂഷൻ ഏതാണ് അതിൽ ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും? നോക്ക, ഇങ്ങനെയാണ് വരുന്നത്. എല്ലാ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും സക്സസ്ഫുൾ ആണ്. ഇതിൽ നിന്ന് നോക്കിയാൽ മതി. ഓൾ സക്സസ്ഫുൾ പീപ്പിൾ ആർ ഹാർഡ് വർക്കിംഗ് ആണോ? എല്ലാ സക്സസ്ഫുൾ പീപ്പിളും ഹാർഡ് വർക്കിംഗ് ആണോ? അല്ല. ഇതിൽ നിന്ന് നമുക്ക് പറയാം കുറച്ച് ഭൂരിപക്ഷം മാത്രം, ഒരു കുറച്ച് മാത്രം ഹാർഡ് വർക്കിംഗ് ആണെന്നുള്ള കാര്യം ഇവിടെ നിന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതല്ല. ഓൺലി ഹാർഡ് വർക്ക് ക്യാൻ ഗ്യാരണ്ടി സക്സസ് ഇൻ ലൈഫ്. അത് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കും. അതായത് കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എന്താണ് ലൈഫിൽ സക്സസ് ആവൂ എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. അതെങ്ങനെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ നൈദർ ഫോളോസ് തന്നെയാണ് ആൻസർ വരുന്നത്. അവിടെയും എന്താണ്? നൈദർ ഫോളോസ് ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് വളരെ നീറ്റ് ആയിട്ട് വേണം, അത് ട്രൂ ആയിട്ട് എടുത്തിട്ട് വേണം നമ്മൾ കൺക്ലൂഷനിലോട്ട് പോകാൻ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി നൈദർ ഫോളോസ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം ചെയ്തോളൂ. ഇവിടെയും ലോജിക്കലി ഫോളോസ് തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യം വന്നിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. ട്രൂ ആണ് അല്ലെ? ട്രൂ ആയിട്ട് എടുക്കാം. അപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. കൺക്ലൂഷൻ: there will be no other batsman greater than Sachin Tendulkar in Indian cricket. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് വേറെ ഒരു ബാറ്റ്സ്മാനും ഇല്ല. രണ്ടാമത്തെ കൺക്ലൂഷൻ: സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് എ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചെയ്തോളൂ. ഏതായിരിക്കും വരുന്നത്?
ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? നോക്കിക്കേ, സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ആണ്. കൺക്ലൂഷൻ ഇതാണ്, there will be no other batsman greater than സച്ചിൻ ടെണ്ടുൽക്കർ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ട് വേറെ ഒരു ബാറ്റ്സ്മാനും ഇല്ല. നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതുവരേക്കും ഓക്കെ, പക്ഷേ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ളതൊന്നും നമുക്ക് പറയാം. അപ്പൊ ഫ്യൂച്ചർ നമുക്ക് ഒരിക്കലും എന്താണ് അവിടെ പറയാൻ സാധിക്കില്ല അല്ലെ. പാസ്റ്റിൽ നിന്നും ഫ്യൂച്ചറിലെ നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. അപ്പം ഈ ഒരു കൺക്ലൂഷൻ അവിടെ തെറ്റാണ്. പൂർണ്ണമായിട്ട് അത് കൺക്ലൂഡ് ചെയ്യില്ല അങ്ങനെ. അടുത്ത കൺക്ലൂഷൻ, സച്ചിൻ ടെണ്ടുൽക്കർ ഈസ് ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ ടെണ്ടുൽക്കർ. നമുക്ക് വേൾഡിനെ പറ്റി, നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഓക്കെ, പക്ഷേ വേൾഡിൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ ആണെന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ നമുക്ക് ഒരിക്കലും കൺക്ലൂഡ് ചെയ്യാം. വേൾഡ് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല, അത് തെറ്റാണ്. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഓപ്ഷൻ ഡി നൈദർ തന്നെയാണ് ഇവിടെയും ആൻസർ വന്നത്. ഇത് മൂന്നും ഒരൊറ്റ ഷിഫ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. ഒറ്റ ഷിഫ്റ്റിൽ എങ്ങാണ്ട് വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ പാസ്റ്റിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഫ്യൂച്ചർ പറയാൻ സാധിക്കില്ല. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനെ പറ്റി പറയുന്ന സ്ഥലത്ത് വേൾഡ് ക്രിക്കറ്റിനെ പറ്റി പറയാൻ നമുക്ക് അവിടെ പറ്റില്ല. അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ എന്ത് ചെയ്തത്, നെഗ്ലക്ട് ചെയ്യേണ്ടി വന്നത്, നൈദർ ഓപ്ഷൻ കൊടുക്കേണ്ടി വന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നല്ല ചോദ്യമാണ്, ഇച്ചിരി വലിയ ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ലോജിക്കലി ഫോളോ ചെയ്യുന്നത് ഏതാണെന്നുള്ളതാണ് നമുക്ക് ആ ചോദ്യം വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, അക്കോർഡിംഗ് ടു റീസെന്റ് ഹെൽത്ത് സർവേ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഹെൽത്ത് സർവേ പ്രകാരം പീപ്പിൾ ഹു എക്സസൈസ് for at least half an hour every day are less prone to lifestyle diseases. അതായത് people who exercise for at least half an hour, അതായത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് ദൈനംദിന രോഗങ്ങളിൽ നിന്ന് ഒരു എന്താണ് ലെസ് പ്രോൺ ആയിരിക്കും. അതായത് ദൈനംദിന രോഗങ്ങളിൽ നിന്ന് നമുക്കൊരു വിട ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പോ നമുക്ക് ദൈനംദിന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ BP, കൊളസ്ട്രോൾ, അങ്ങനെ വരുന്ന കുറെ രോഗങ്ങളുണ്ട് അല്ലെ. അപ്പം നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മൾ ബോഡി വർക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ലെസ് പ്രോൺ ആണ്, ഒരു പരിധി വരെ നമുക്ക് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, കൺക്ലൂഷൻ ഇതാണ്. ഇതൊരു ഹെൽത്ത് സർവേ പറഞ്ഞതാണ്. ഓക്കെ, കൺക്ലൂഷൻ ഇതാണ്, മോഡറേറ്റ് എക്സസൈസ് ഈസ് എസെൻഷ്യൽ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് എക്സസൈസ് തന്നെ ആവശ്യം. ഓക്കെ, രണ്ടാമത്തത്, എവ്രിവൺ വിത്ത് നോ എക്സസൈസ് ഓൺ ദെയർ റുട്ടീൻ സഫർ ഫ്രം ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതായത് ഒരു എക്സസൈസും അവരുടെ റുട്ടീനിൽ ഒരു എക്സസൈസും ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ദൈനംദിന രോഗങ്ങൾക്ക് അടിമപ്പെടും. ഇതാണ് നമുക്ക് സഫർ ചെയ്യും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷൻസ്. അപ്പം ഇവിടെ ഏതായിരിക്കും നമുക്ക് വരുന്നത്? ഇവിടെ എന്തായിരിക്കും നമുക്ക് ആൻസർ വരിക? സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഹെൽത്ത് സർവേ പ്രകാരം
അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ദൈനംദിന ജീവിതത്തിൽ നിന്നും കുറച്ച് ഒരു ഒരു മുക്തി ഉണ്ടാകും എന്നുള്ളത്, ഒരു ലെസ് പ്രോൺ ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി മോഡറേറ്റ് എക്സസൈസ് ഇസ് എസെൻഷ്യൽ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. അപ്പം ഹാഫ് ആൻ അവർ എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ഒരു മോഡറേറ്റ് ലെവൽ എക്സസൈസ് തന്നെ ഒരു ഹെൽത്തി ലൈഫ് നയിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഒരു മോഡറേറ്റ് ലെവൽ എക്സസൈസ് തന്നെ നമുക്ക് ധാരാളമാണ് അല്ലേ? അത് നമുക്ക് എന്ത് പറയാം, കറക്റ്റ് ആണെന്ന് പറയാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്, അല്ല കൺക്ലൂഷൻ ആണത്. ഇനി എവ്രി വൺ വിത്ത് നോ എക്സസൈസ് ഓൺ ദർ റുട്ടീൻ സഫർ ഫ്രം ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതായത് എക്സസൈസ് ചെയ്യാത്ത ആരായിരുന്നാലും അവര് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നും എന്ത് ചെയ്യാം, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ സഫർ ചെയ്യാം, അനുഭവിക്കേണ്ടി വരും എന്നുള്ള, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വേണം നിങ്ങൾ നോക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് എക്സസൈസ് ഒന്നും റുട്ടീനിൽ ഏർപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് പ്രോൺ ആകും അല്ലെങ്കിൽ സഫർ ചെയ്യും എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും. ഇതിപ്പോ ഒരു ഹെൽത്ത് സർവേ പറയുന്നതാണ്. ഹെൽത്ത് സർവേ ഒരു എക്സസൈസും ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒരു കണക്ട് ചെയ്തിട്ട് പറയുന്നതാണ്, അതായത് അതിനെ ഒരു കാരണം എന്നുള്ള രീതിക്കല്ല അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും വരാം. ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നുണ്ട്. മേളിൽ തന്നിരിക്കുന്നത് അതായത് ലെസ് പ്രോൺ എന്നാണ്, അതായത് ഇപ്പോ ഒരു പരിധി വരെ തടയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സസൈസ് ചെയ്യാത്തവർക്ക്, റുട്ടീൻ ചെയ്യാത്തവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് സഫർ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എക്സസൈസ് ചെയ്യുന്നവരും ചിലപ്പോൾ ചില ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ എന്താണ് സഫർ ചെയ്യുന്നുണ്ടായിരിക്കും. പൂർണ്ണമായിട്ട് നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റില്ല, എക്സസൈസ് അതൊരു കോസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇപ്പം കോസ് ചെയ്യാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് സഫർ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് എന്തായാലും ഡിറൈവ് എടുക്കാൻ പറ്റാത്ത ഒരു കൺക്ലൂഷൻ ആണ്. അപ്പൊ അത് തെറ്റാണ്. നമുക്കത് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഇതാകെ ഒരു ഹെൽത്ത് സർവേ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മാത്രമാണ് അവർ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഓപ്ഷൻ എ പറയാം. അതായത് ഒന്നാമത്തെ കൺക്ലൂഷൻ മാത്രമേ ഇവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഒന്നാമത്തെ കൺക്ലൂഷൻ മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇങ്ങനെ വേണം സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ നോക്കാൻ കേട്ടോ. ഓക്കെ, അടുത്തത്. ഇൻ സം tier 2 cities in India, transportation is one of the major problems. ചില ഇന്ത്യയിലെ ചില ടിയർ ടു സിറ്റീസ് സിറ്റീസിൽ മേജർ പ്രോബ്ലം, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണങ്ങളിൽ ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ. വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ് ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ ഇതാണ്, ഓൾ ടിയർ 2 സിറ്റീസ് ആർ നോട്ട് വെൽ കണക്റ്റഡ്. എല്ലാ ടിയർ 2 സിറ്റീസും എന്താണ്, നോട്ട് വെൽ കണക്റ്റഡ്, കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതല്ല. ഓക്കെ, ഇനി കൺക്ലൂഷൻ 2 ആണെങ്കിൽ ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഈസ് എ ഓൺലി പ്രോബ്ലം ഇൻ ഇന്ത്യൻ മെട്രോസ്. ഇന്ത്യൻ മെട്രോസിലുള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന്റെ എന്താണ്, അപ്പൊ ഒരു ഇല്ലായ്മയാണ്, ലാക്കാണ്. ഓക്കെ, ഇതിൽ ഏതായിരിക്കും നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുക? ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് ഏത് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുക?
ആദ്യത്തെ കൺക്ലൂഷൻ പ്രകാരം നോക്കിക്കേ, ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ ചില ചില ടിയർ 2 സിറ്റീസിൽ മാത്രമാണ് മേജർ പ്രോബ്ലത്തിൽ ഒരെണ്ണം ട്രാൻസ്പോർട്ടേഷൻ ആവുന്നത്. ഇവിടെ കൺക്ലൂഷൻ 1 പറയുന്നത് എല്ലാ ടിയർ 2 സിറ്റീസും വെൽ കണക്റ്റഡ് അല്ല എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ടിയർ 2 സിറ്റീസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ ടിയർ 2 സിറ്റീസിനെ പറ്റി പറയാൻ സാധിക്കുമോ? ഇല്ല. ഓക്കെ, രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? Lack of transportation facilities is the only problem in Indian metros. Only problem എന്നാണ് ഇവിടെ പറയുന്നത്. വൺ ഓഫ് ദി മേജർ പ്രോബ്ലംസ്, അതായത് മേജർ പ്രോബ്ലംസിൽ ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ അപാകത. ഓക്കെ, ഇവിടെ പറയുന്നത് ഇന്ത്യൻ മെട്രോയുടെ ഏക കാരണം ഇതാണ്, ഏക പ്രോബ്ലം ഇതാണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലെ എന്താണ് ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. അപ്പൊ അതും നമുക്ക് ഇൻവാലിഡ് ആണ്. നമുക്ക് ഇവിടെ ഇപ്പോൾ വൺ ഓഫ് ദി മേജർ പ്രോബ്ലം പറഞ്ഞിട്ട് ഇവിടെ ഒൺലി പ്രോബ്ലം പറയുമ്പോഴത്തേക്കും നമുക്ക് അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? ഓപ്ഷൻ ഡി നൈദർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി നൈദർ. ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്. An assertion and a reason are given below. Assertion എയും റീസൺ ആറും ആണ്. ഓക്കെ, അസേർഷൻ എന്താണ്? പെൻഗിൻസ് ആർ ബേർഡ്സ് ഫൗണ്ട് ഇൻ ഹോട്ടസ്റ്റ് റീജിയൻ ഓഫ് ദ എർത്ത്. അതായത് പെൻഗിൻസ് ബേർഡ്സ് ആണ്. എവിടെയാ കാണപ്പെടുന്നത്? എർത്തിലെ ഏറ്റവും ഹോട്ടസ്റ്റ് റീജിയനിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അസേർഷൻ എന്താണ്? ഇവിടെ പെൻഗിൻസ് ബേർഡ്സ് ആണ്, ഹോട്ടസ്റ്റ് റീജിയൻ ഓഫ് ദ എർത്ത് ആണ് കാണപ്പെടുന്നത്. റീസൺ ഇതാണ്, ബേർഡ്സ് ഇൻ ഹോട്ട് റീജിയൻസ് ഡു നോട്ട് ഹാവ് വിങ്സ്. അതായത് ഹോട്ട് റീജിയൻസിലുള്ള ബേർഡ്സിന് വിങ്സ് ഇല്ല. ഇതാണ് റീസൺ പറയുന്നത്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഇതാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ഇതിൽ അസേർഷനും റീസണും ട്രൂ ആണ്. എന്ന് പറഞ്ഞാൽ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. നാലാമത്തെ ഓപ്ഷൻ ഇതാണ്. അസേർഷനും റീസണും ട്രൂ ആണ്. എന്ന് പറഞ്ഞ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് നാലാമത്തെ ഓപ്ഷൻ. ഇനി എയും ആറും ട്രൂ ആണ്, അതായത് അസേർഷനും റീസണും ട്രൂ ആണ്. ഇവിടെ പക്ഷേ എന്ന് പറയുന്നത് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ആദ്യത്തെ ഓപ്ഷൻ എ ട്രൂ ആണ്, പക്ഷെ 6 ഫാൾസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ആർ ഫാൾസ് ആണ്. ഓക്കെ, അപ്പോൾ അസേർഷനും നമ്മുടെ റീസണും ഫാൾസ് ആണെന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇതിൽ ഏതായിരിക്കും നമുക്ക് വരാൻ സാധ്യത കൂടുതൽ? അസേർഷൻ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് കറക്റ്റ് ആണ്. പെൻഗ്വിൻസ് ബേർഡ്സ് ആണ്. ഓക്കെ, പക്ഷേ ഹോട്ടസ്റ്റ് റീജിയൻസിലാണോ കാണപ്പെടുന്നത്? പെൻഗ്വിൻസിന് എപ്പോഴും നമുക്ക് കാണപ്പെടുന്നത് എവിടെയാണ്? അന്റാർട്ടിക്ക ആൻഡ് ആർട്ടിക് റീജിയൻസ് ആണ് കാണപ്പെടുന്നത് അല്ലേ? ആർട്ടിക് റീജിയൻസ് ആണ്. ആർട്ടിക് അന്റാർട്ടിക്കയിലാണ് നമുക്ക്, അത് സദേൺ ഹെമിസ്ഫിയറിലാണ് പെൻഗ്വിൻസ് കാണപ്പെടുന്നത്. അന്റാർട്ടിക്ക എന്ന് പറയുന്നത് കോൾഡസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അസേർഷൻ തെറ്റാണ്. അതായത് ഹോട്ടസ്റ്റ് റീജിയൻസിലല്ല, കോൾഡസ്റ്റ് പ്ലേസസിലാണ് പെൻഗ്വിൻസിനെ കാണപ്പെടുന്നത്. അപ്പൊ ഇതേ ഫോൾസ് ആയി അല്ലേ? ഇനി ബേർഡ്സ് ഇൻ ഹോട്ട് റീജിയൻസ് ഡു നോട്ട് ഹാവ് വിങ്സ്. നമുക്ക് ഹോട്ട് റീജിയൻസിലുള്ള ബേർഡ്സിന് വിങ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു റീസൺ ആണോ? തെറ്റാണ് അല്ലേ? ഇവിടെ നമുക്ക് എന്ത് പറയാം? എയും ആറും ഫാൾസ് ആണ്. ഇത് രണ്ടും എന്താണ്? ഫാൾസ് ആണ്. ഓപ്ഷൻ ബി, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. ഓക്കെ,
രണ്ടും തെറ്റാണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്, ലോജിക്കലി ഫോളോസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, സക്സസ് കാനോട്ട്, അതായത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, സക്സസ് കാനോട്ട് ബി അച്ചീവ്ഡ് വിത്തൗട്ട് ഹാർഡ് വർക്ക്. വിജയം എന്ന് പറയുന്നത്, ഓക്കെ, കഠിനാധ്വാനം ഇല്ലാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. കൺക്ലൂഷൻ, എവരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺസ് ഈസ് സക്സസ്ഫുൾ. അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ മനുഷ്യരും എന്താണ്, സക്സസ്ഫുൾ ആണ്. ഓരോ മനുഷ്യരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓരോ മനുഷ്യരും സക്സസ്ഫുൾ ആണ്. ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ, എവരി സക്സസ്ഫുൾ പേഴ്സൺ ഈസ് ഹാർഡ് വർക്കിംഗ്. അതായത് ഓരോ സക്സസ്ഫുൾ ആൾക്കാരും എന്താണ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഏതായിരിക്കും ഇതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതായിരിക്കും വരിക? ഇവിടെ നോക്കുക, അതായത് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഹാർഡ് വർക്ക് ഇല്ലാതെ, കഠിനാധ്വാനം ഇല്ലാതെ നമുക്ക് വിജയം ഉറപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിജയം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഇനി എവരി ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ഈ സക്സസ്ഫുൾ ആണ്. അതായത് കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരും സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റും? ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല, അല്ലെ? എത്രയോ പേരുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടും എന്താണ് സക്സസ്ഫുൾ ആവാത്ത എത്രയോ പേരുണ്ട്, അല്ലെ? അപ്പോ അതായത് കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പേരും സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം. തെറ്റാണ്. എവരി സക്സസ്ഫുൾ പേഴ്സൺ ഈസ് ഹാർഡ് വർക്കിംഗ്. അതായത് ഏതൊരു സക്സസ്ഫുൾ പേഴ്സണും ഹാർഡ് വർക്കിംഗ് ആണ്. അതിനനുസരിച്ചല്ല, അതായത് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചല്ലേ ഇത് വരുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരാളും, അതായത് ഹാർഡ് വർക്ക് ചെയ്യാത്ത ഏതൊരാൾക്കും സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്, അച്ചീവ് ചെയ്തു അവര്, അല്ലെ? അത് കറക്റ്റ് ആണ്. അപ്പൊ ഏത് വന്നു? ഓൺലി 2 ഫോളോവേഴ്സ് ആണ് അവിടെ വരുന്നത്. ഓപ്ഷൻ ബി, ഓൺലി 2 ഫോളോവേഴ്സ് ആണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്. ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. അതും നമുക്ക് സ്റ്റേറ്റ്മെന്റും കൺക്ലൂഷൻ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ഫോളോഡ് ബൈ സം കൺക്ലൂഷൻസ് ആർ ഗിവൻ ബിലോ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്, റിലീജിയൻസ് ടീച്ച് ദ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ഫോർ ലീഡിംഗ് വൺസ് ലൈഫ്. റിലീജിയൻസ് എന്താണ് പഠിപ്പിക്കുന്നത്? ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഫോർ ലീഡിംഗ് വൺസ് ലൈഫ്. അതായത് അവരവരുടെ ജീവിതം ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൈഡിങ്, അതായത് ആ പ്രിൻസിപ്പിൾസിനെ ഗൈഡ് ചെയ്യുകയാണ് റിലീജിയൻസ് പഠിപ്പിക്കുന്നത്. കൺക്ലൂഷൻ, റിലീജിയൻ ഈസ് എ വേ ഓഫ് ലൈഫ്. ജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണ് റിലീജിയൻ, മതം എന്ന് പറയുന്നത്. റിലീജിയൻ ഈസ് എ ടീച്ചർ. റിലീജിയൻ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. സെക്കൻഡ്, ഇതിൽ ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്?
ഏതായിരിക്കും വരിക? ഇവിടെ പറയുന്നത് റിലീജിയൻസ് എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഒരാളുടെ ലൈഫ് ലീഡ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് ഗൈഡ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റിലീജിയൻ ഒരു വേ ഓഫ് ലൈഫ് അല്ലേ? ജീവിതത്തിലേക്കുള്ള ഒരു വേ തന്നെയല്ലേ റിലീജിയൻ? അത് മുന്നോട്ട് നയിക്കാനുള്ള പ്രിൻസിപ്പിൾസ് ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ലൈഫിലേക്കുള്ള ഒരു പാത്ത് തന്നെയാണ്, ഒരു വേ തന്നെയാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അത് വാലിഡ് ആണ്. റിലീജിയൻ ഈസ് എ ടീച്ചർ. റിലീജിയൻ ഒരു ടീച്ചർ ആണോ? ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ ഉദ്ദേശിച്ചാണ്, ഒരു ലിവിങ് പേഴ്സൺ ഉദ്ദേശിച്ചാണ്. റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു ലിവിങ് പേഴ്സൺ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ അത് ഇൻവാൽഡ് ആയിട്ട് വരും. അപ്പൊ ഏത് മാത്രം? ഓൺലി വൺ ഫോളോസ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓൺലി വൺ ഫോളോസ്. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളുണ്ട്. എ സ്റ്റേറ്റ്മെന്റ്, കൺഫ്യൂഷൻ കോസസ് മെന്റൽ ടെൻഷൻ. കൺഫ്യൂഷൻ എന്തിലേക്ക് നയിക്കുന്നു? മാനസിക ടെൻഷനിലേക്ക് നയിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ബി, മെന്റൽ ടെൻഷൻ കോസസ് ആൻസൈറ്റി. മെന്റൽ ടെൻഷൻ എന്തിലേക്ക് നയിക്കുന്നു? ആൻസൈറ്റിയിലേക്ക് നയിക്കുന്നു. അതായത് ഉത്കണ്ഠ, അല്ലെ? ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നു. ഓക്കെ, കൺക്ലൂഷൻ ഇതാണ്. ആൻസൈറ്റി ഈസ് എ ഡിസീസ്. ആൻസൈറ്റി ഒരു രോഗമാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ, കൺഫ്യൂഷൻ ലീഡ്സ് ടു ആൻസൈറ്റി. കൺഫ്യൂഷൻ ഉത്കണ്ഠയിലേക്കാണ് നയിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? ഏതായിരിക്കും ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? നോക്കാം. കൺഫ്യൂഷൻ മെന്റൽ ടെൻഷനിലേക്ക് നയിക്കുന്നു. മെന്റൽ ടെൻഷന് കാരണം, മെന്റൽ ടെൻഷൻ ആൻസൈറ്റിയുടെ കാരണമാകുന്നു, അല്ലെ? അപ്പൊ ആൻസൈറ്റി ഒരു ഡിസീസ് ആണ്, അതായത് രോഗമാണെന്നുള്ള കാര്യം സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ഇൻവാലിഡ് ആണ്. കൺഫ്യൂഷൻ ലീഡ്സ് ടു ആൻസൈറ്റി, അതായത് കൺഫ്യൂഷൻ ആണ് മെന്റൽ ടെൻഷൻ ആൻസൈറ്റിയിലേക്ക് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൺഫ്യൂഷൻ എങ്ങോട്ടാണ് നയിക്കുന്നത്? കോസ്, അതായത് ആൻസൈറ്റിയുടെ ഒരു മെയിൻ കാരണം തന്നെ കൺഫ്യൂഷൻ തന്നെയാണ് എന്നുള്ള രീതിക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ത്രൂ പറയാൻ സാധിക്കും. അത് വാലിഡ് ആണ്. അപ്പൊ ഏത് വന്നു? ഓൺലി 2 ഫോളോസ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓൺലി 2 ഫോളോസ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ്, എംപ്ലോയീസ് ആർ വെൽ പെയ്ഡ്. എംപ്ലോയീസിന് എല്ലാവർക്കും വെൽ പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് നല്ല ശമ്പളം കൊടുക്കുന്ന ആൾക്കാരാണ്. രാജൻ ഏൺസ് വെൽ. രാജൻ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. കൺക്ലൂഷൻ, രാജൻ ഈസ് ആൻ എംപ്ലോയി. രാജൻ ഒരു എംപ്ലോയി ആണ്. രാജൻ ഈസ് സെൽഫ് എംപ്ലോയിഡ്. രാജൻ സ്വയമേ എംപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളാണ്. ഏതാണ് ഇതിൽ ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? വളരെ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കുക. എളുപ്പമുള്ളൊരു സെന്റൻസും കൺക്ലൂഷനും ആണ്. സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഈ പറയുന്ന രണ്ട് കൺക്ലൂഷൻസും കിട്ടുന്നുണ്ടോ, സ്റ്റേറ്റ്മെന്റ് ത്രൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വേണം നോക്കാൻ. സ്റ്റേറ്റ്മെന്റ് ത്രൂ കിട്ടുന്നുണ്ടോ? എംപ്ലോയീസ് എല്ലാവരും വെൽ പെയ്ഡ് ആണ്. രാജൻ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് രാജൻ അവിടുത്തെ എംപ്ലോയി ആണെന്ന് പറയാൻ സാധിക്കുമോ? എംപ്ലോയീസ് എല്ലാവരും വെൽ പെയ്ഡ് ആണ്, അതുപോലെ രാജൻ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. രാജൻ അപ്പൊ അവിടുത്തെ ഒരു എംപ്ലോയി ആണെന്ന് പറയാൻ സാധിക്കോ? ഒരിക്കലും ഇല്ല. ഇനി രാജൻ ഒരു സെൽഫ് എംപ്ലോയിഡ് ആണെന്ന് പറയാൻ സാധിക്കോ? അതും ഇല്ല. അപ്പൊ എന്ത് പറയാം? നൈദർ ആണ്. സ്റ്റേറ്റ്മെന്റ് പ്രകാരം വേണം നിങ്ങൾ അതിലേക്ക് പോവാൻ. ഓക്കെ, നൈദർ ആണ് അവിടെ ആൻസർ വരുന്നത്. നൈദർ. ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. നൈദർ ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം. അസേർഷനും റീസണും ആണ്. ഇവിടെ അസേർഷൻ എന്താണ്? ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ. ട്രൂ അല്ലേ? ലീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പച്ച നിറത്തിലാണ്, ഗ്രീൻ ഇൻ കളർ ആണ്. റീസൺ ഇതാണ്, ക്ലോറോഫിൽ എ ഗ്രീൻ പിഗ്മെന്റ് ഈസ് പ്രസന്റ് ഇൻ ലീവ്സ്. അതെ, ലീവ്സിൽ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ പിഗ്മെന്റ് ഉള്ളത്, ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട്. ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ബോത്ത്, രണ്ടും ട്രൂ ആണ്, അല്ലെ? രണ്ടും നമുക്ക് ട്രൂ ആണ്. അപ്പൊ രണ്ടും ട്രൂ ആവുമ്പോഴത്തേക്കും ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആർ എന്ന് പറയാം, അല്ലെ?
എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് 6. അതായത് ലീവ്സ് ഗ്രീൻ കളറിലാണ്. ഇനി ലീവ്സിൽ ക്ലോറോഫിൽ ഉള്ള കൊണ്ട്, ക്ലോറോഫിൽ ഒരു ഗ്രീൻ പിഗ്മെന്റ് ആണ്, അതുള്ളത് കൊണ്ട് ഗ്രീൻ കളറിൽ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി നമുക്ക് അവിടെ ഉത്തരവായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ദ പ്രൈസ് ഓഫ് പൾസസ് ഹാസ് ഇൻക്രീസ്ഡ് സ്റ്റീപ്ലി. അതായത് പൾസസിന്റെ പ്രൈസ്, ധാന്യങ്ങളുടെ ധാന്യമല്ലേ പയറുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളുടെ പ്രൈസ് എങ്ങനെയാണ്? കുത്തനെ ഉയരുകയാണ് ചെയ്തത്. സ്റ്റീപ്ലി മീൻസ് കുത്തനെ ഉയരുക, ഒരു ഹൈ ഇൻക്രീസ്. ഓക്കെ, കുത്തനെ ഉയരുകയാണ് ചെയ്തത് പയറുവർഗ്ഗങ്ങൾ, അതായത് പൾസസിന്റെ പ്രൈസ് കുത്തനെ ഉയരുകയാണ് ചെയ്തത്. കൺക്ലൂഷൻ, പീപ്പിൾ കാനോട്ട് ബൈ പൾസസ്. ആൾക്കാർക്ക് പയറുവർഗ്ഗങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കൺക്ലൂഷൻ, പൾസസ് ഹാവ് ബിക്കം എ റെയർ കോമഡിറ്റി. ഒരു റെയർ കോമഡിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. പൾസസ് എന്ന് പറയുന്നത് ഒരു റെയർ കോമഡിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? നോക്കുക ഇവിടെ, അതായത് പൾസസിന്റെ പ്രൈസിന്റെ ഇൻക്രിമെന്റിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പൾസസ് ആൾക്കാർ വാങ്ങിക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം. ഇനി പൾസസ് ഒരു റെയർ കോമഡിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? അതും നമുക്ക് പറ്റില്ല, കാരണം ഹൈ ഡിമാൻഡുള്ള സാധനങ്ങളാണ് പൾസസ്. അപ്പം അതും നമുക്ക് അവിടെ പറയാൻ സാധിക്കില്ല. അപ്പൊ നൈദറാണ്. ഓപ്ഷൻ ഡി നൈദർ ആണ് നമുക്ക് അവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി നൈദർ. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് കസ്റ്റമർ സർവീസ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ്, ഇറ്റ് ഹാസ് ടു കം ഫ്രം വിത്തിൻ. അതായത് ഒരിക്കലും കസ്റ്റമർ സർവീസ് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല, അത് നമ്മളിൽ നിന്ന് തന്നെ വരണം. കൺക്ലൂഷൻ, കസ്റ്റമർ സർവീസ് ഷുഡ് ബി വോളണ്ടറി. വോളണ്ടറി ആയിരിക്കണം. കസ്റ്റമർ സർവീസ് എന്തായിരിക്കണം? വോളണ്ടറി ആയിരിക്കണം. ഓക്കെ, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് സ്വമേധയായുള്ള ഒരു കാര്യമായിരിക്കണം. ഇനി എംപ്ലോയീസ് ഡു നോട്ട് സെർവ് കസ്റ്റമേഴ്സ്. എംപ്ലോയീസ് കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ രണ്ട് കൺക്ലൂഷൻസ്. അപ്പൊ ഏതാണ് ഇതിൽ ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? ഏതാണ് ലോജിക്കലി ഫോളോ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെന്റ് ഇതാണ്. കസ്റ്റമർ സർവീസ് എന്തായാലും ഒരു എന്താണ്, കസ്റ്റമർ സർവീസ് ഒരു കാനോട്ട് ബി എൻഫോഴ്സ്ഡ്, എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. അത് ഫ്രം വിത്തിൻ, ഇറ്റ്സ് കം ഫ്രം വിത്തിൻ, നമ്മൾ സ്വയമേ തോന്നണം. അപ്പോൾ കസ്റ്റമർ സർവീസ് എന്താണ്? ഒരു വോളണ്ടറി തന്നെയാണ്. ഷുഡ് ബി ഒരു വോളണ്ടറി തന്നെയാണ് അല്ലേ? എൻഫോഴ്സ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫോഴ്സ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ, എൻഫോഴ്സിബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് എന്താവും? അത് വോളണ്ടറി തന്നെയാവും. ഇനി എന്താണ് നെക്സ്റ്റ്? എംപ്ലോയീസിനെ പറ്റി നമുക്ക് അവിടെ ഒന്നും പറയുന്നില്ല. എംപ്ലോയീസ് ഡു നോട്ട് സെർവ് കസ്റ്റമേഴ്സ്. എംപ്ലോയീസിനെ പറ്റി നമുക്ക് സ്റ്റേറ്റ്മെന്റ് അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അത് നമുക്ക് ട്രൂ ആയിട്ട് വരില്ല. അപ്പോൾ ഓൺലി വൺ ഫോളോസ് മാത്രമാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓൺലി വൺ ഫോളോസ്. അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് അൺലൈക്ക് ആര്യഭട്ട, മൂൺ ഈസ് നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. അൺലൈക്ക് ആര്യഭട്ട,
Unlike Aryabhatta, Moon is a natural satellite of Earth. എങ്ങനെ വരും ഇവിടെ സ്റ്റേറ്റ്മെന്റ്? അൺലൈക്ക് ആര്യഭട്ട, മൂൺ ഈസ് എ നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്. നോക്കുക, ആര്യഭട്ടയ്ക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാം മൂൺ എന്ന് പറയുന്നത് എർത്തിന്റെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. കൺക്ലൂഷൻ, ആര്യഭട്ട ഈസ് നോട്ട് എ സാറ്റലൈറ്റ്. രണ്ടാമത്തെ കൺക്ലൂഷൻ, മൂൺ ഈസ് എ സ്റ്റാർ ആൻഡ് ആര്യഭട്ട ഈസ് എ സാറ്റലൈറ്റ്. ഇതിൽ ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്? ആര്യഭട്ട എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ആര്യഭട്ട ഈസ് നോട്ട് എ സാറ്റലൈറ്റ് പറയാൻ സാധിക്കുമോ? ഇല്ല, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. മൂൺ ഈസ് എ സ്റ്റാർ ആൻഡ് ആര്യഭട്ട ഈസ് എ സാറ്റലൈറ്റ്. ആര്യഭട്ട സാറ്റലൈറ്റ് ആണ്, പക്ഷെ മൂൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ അല്ലല്ലോ, അതൊരു നാച്ചുറൽ സാറ്റലൈറ്റ് അല്ലേ? അപ്പൊ അത് നമുക്ക് തെറ്റാണ്. അപ്പൊ എന്ത് വരും ഇവിടെ? നൈദർ ഫോളോസ് ആണ് ആൻസർ വരുന്നത്. എന്താണ്? നൈദർ ഫോളോസ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ്, മെഡിക്കൽ പ്രൊഫഷൻ ഹാസ് ബിക്കം ദ മോസ്റ്റ് അൺഎത്തിക്കൽ. അതായത് മെഡിക്കൽ പ്രൊഫഷൻ ഇപ്പൊ ഏറ്റവും അൺഎത്തിക്കൽ ആയിട്ട് മാറിയിട്ടുണ്ട്. പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ഫോളിങ് സിക്ക്. അതായത് അസുഖം വരാൻ തന്നെ ആൾക്കാർക്ക് ഭയമായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് സ്റ്റേറ്റ്മെന്റ്. കൺക്ലൂഷൻ, മെഡിക്കൽ ഈസ് എ ഓൺലി അൺഎത്തിക്കൽ പ്രൊഫഷൻ. മെഡിക്കൽ മാത്രമാണ് അൺഎത്തിക്കൽ പ്രൊഫഷൻ. അൺഎത്തിക്കൽ പീപ്പിൾ ഫോൾ സിക്ക്. അൺഎത്തിക്കൽ ആയിട്ടുള്ള പീപ്പിളിന് അസുഖം വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ, എന്താണ് അതിന്റെ ആൻസർ വരുന്നത് എന്നുള്ളത്. അതായത് നമുക്ക് മെഡിക്കൽ ഫീൽഡ് മാത്രം നമുക്ക് അൺഎത്തിക്കലാന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പൊ അൺഎത്തിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡ് ഇസ് ഓൺലി അൺഎത്തിക്കൽ പ്രൊഫഷൻ. വേറെയും പ്രൊഫഷൻസ് ഉണ്ടാവില്ലേ അൺഎത്തിക്കൽ അല്ലാത്ത അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രൊഫഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ മെഡിക്കൽ മാത്രമാണ് ഒരു അൺഎത്തിക്കൽ പ്രൊഫഷൻസ് പറയാൻ സാധിക്കില്ല, തെറ്റാണ്. അൺഎത്തിക്കൽ പീപ്പിൾ ഫോൾ സിക്ക്, അതും തെറ്റാണ്. നമുക്കത് ഭയങ്കര വാലിഡായിട്ട് തോന്നത്തേ ഇല്ല അല്ലേ? അൺഎത്തിക്കൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഫോളിങ് സിക്ക് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും തന്നെ നമുക്കത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ എന്താ നമുക്ക് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ്, നൈദർ ഫോളോസ് തന്നെയാണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇതില് 1 ഈസ് കോസ് ആൻഡ് 2 ഈസ് ഇഫക്റ്റ്. കോസ് ആൻഡ് ഇഫക്റ്റിന്റെ ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്, ഡൊമസ്റ്റിക് പ്രൈസ് ഓഫ് പെട്രോൾ ഹാസ് ഗോൺ ഡൗൺ. അതായത് പെട്രോളിന്റെ ഡൊമസ്റ്റിക് പ്രൈസ് അതായത് വിലയിടുകയാണ്, താഴേക്ക് പോയി. ഇന്റർനാഷണൽ പ്രൈസ് ഓഫ് ക്രൂഡ് ഓയിൽ ഹാസ് ഡിക്രീസ്ഡ്. ക്രൂഡ് ഓയിലിന്റെ ഇന്റർനാഷണൽ പ്രൈസ് ഡിക്രീസ് ചെയ്തേക്കുവാണ്. അപ്പൊ ഇതിൽ എന്താണ്? ഓപ്ഷൻ ഇതാണ്, 1 ഈസ് കോസ് ആൻഡ് 2 ഈസ് ഇഫക്റ്റ്. ഒന്നാമത്തത് അതായത് സ്റ്റേറ്റ്മെന്റ് 1 ഒരു കോസും സ്റ്റേറ്റ്മെന്റ് 2 അതിന്റെ ഇഫക്റ്റും ആണ്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 ആണ് കോസ്, 1 ആണ് ഇഫക്റ്റ്. ഇനി ഓപ്ഷൻ സി 1ഉം 2ഉം ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഓപ്ഷൻ ഡി ഇത് രണ്ടും തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഇഫക്റ്റുകളാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഏതായിരിക്കും നമുക്ക് അതിനകത്ത് വരുന്നത്? അപ്പൊ ആദ്യത്തത് എന്താണ്? പെട്രോളിന്റെ ഡൊമസ്റ്റിക് പ്രൈസ് താഴെ പോയി. രണ്ടാമത്തെ ഇന്റർനാഷണൽ ക്രൂഡ് ഓയിലിന്റെ വിലയും ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് അവിടെ വരുന്നത്? ഏതാണ് കോസ്, ഏതാണ് ഇഫക്റ്റ്? ഏതാണ് കോസ്, ഏതാണ് ഇഫക്റ്റ്?
നോക്കുക, നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് പെട്രോളിന്റെ പ്രൈസും അവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം നമ്മുടെ ഇന്റർനാഷണൽ ക്രൂഡ് ഓയിലിന്റെ വില ഡിക്രീസ് ചെയ്തു എന്ന് പറയുന്നത് കോസ് ആണ്. അതിന്റെ ഇഫക്റ്റ് ആയിട്ടാണ് പെട്രോളിന്റെ പ്രൈസ് അവിടെ ഡിക്രീസ് ചെയ്തത് അല്ലേ. കാരണം ക്രൂഡ് ഓയിൽ ഡിക്രീസ് ചെയ്തു, പ്രൈസ് ഡിക്രീസ് ചെയ്തു. അതിന് ഇഫക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? അതിന്റെ ഇഫക്റ്റ് ആണ് പെട്രോളിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? 1 ഈസ് കോസ് അല്ല, 2 ഈസ് കോസ് ആൻഡ് 1 ഈസ് ഇഫക്റ്റ്. രണ്ടാമത്തത് കോസും ഒന്നാമത്തത് അതിന്റെ ഇഫക്റ്റും ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് വരുന്ന ചോദ്യങ്ങൾ വരുന്നത്. അപ്പം വളരെ ക്ലിയർ ആയിട്ട്, ഭയങ്കര ക്ലിയർ ആയിട്ട് വേണം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ. വായിച്ചിട്ട് വേണം ആ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് കറക്റ്റ് വ്യക്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ആൻസർ ചെയ്യാൻ. ചാടിക്കേറി ഒന്നും നിങ്ങൾ ആൻസർ ചെയ്യരുത്. ലോജിക്കൽ വൈസ് ഫോളോ ചെയ്യുന്നുണ്ടോ, കോസ് ആൻഡ് ഇഫക്റ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം. നമ്മുടെ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.